സോ ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്തു. ഓ മൈ ഗോഡ്, നല്ല ഡിഫറൻസ് ഉണ്ട്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ മടിയൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത്, മടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യുന്നത്. നമ്മൾ വീക്കിലി ചെയ്യാതിരിക്കുന്ന ദിവസങ്ങളും ഉണ്ട്, പക്ഷേ എന്നാലും നമ്മളൊന്ന് സ്കിന്നൊക്കെ ഒന്ന് ജീവൻ വെച്ച് ഇരിക്കണം എന്ന് തോന്നുന്ന സമയത്ത് നമ്മളൊന്ന് ചെയ്യുന്ന ഒരു സ്കിൻ കെയർ റുട്ടീനാണ് ഇത്. ഞാൻ എപ്പോഴും ചെയ്യുന്ന സ്കിൻ കെയർ അല്ല, എന്നാലും നമുക്ക് ഈസി ആയിട്ട് ഭയങ്കരമായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സ്കിൻ കെയർ റുട്ടീനാണ് കാണിക്കുന്നത്. ആക്ച്വലി റൂമൊക്കെ വേറെ റൂമിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാൻ റിംഗ് ലൈറ്റ് വെച്ച് നോക്കിയപ്പോൾ റിംഗ് ലൈറ്റ് ശരിയായിട്ടില്ല. റിംഗ് ലൈറ്റിന് എന്തോ പറ്റി, അഡാപ്റ്ററിന് എന്തോ പറ്റി. പിന്നെ ഇപ്പം വൈകുന്നേരമൊക്കെ ആയി, വൈകുന്നേരം കഴിഞ്ഞു കേട്ടോ. ഇപ്പം 7 മണിയൊക്കെ ആയി. ക്ലൈമറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം രാത്രിയാവാൻ പോകുന്നു, അപ്പം വെട്ടമൊക്കെ കുറച്ച് കുറവായിരിക്കും. അപ്പം നമുക്ക് സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാൻ പോവാം. നമ്മൾ ഫസ്റ്റ് സ്ക്രബ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ ഓൾറെഡി എൻ്റെ ഫേസ് വാഷൊക്കെ ചെയ്ത് വെച്ചേക്കുമായിരുന്നു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക്. ഇതെന്താണെന്ന് വെച്ചാൽ കോഫി പൗഡറാണ്. കോഫി പൗഡറും പിന്നെ പഞ്ചസാരയും കൂടെ ആണിത്. അവിടെ ഒട്ടും വെട്ടമില്ല ഗൈസ്, എൻ്റെ റിംഗ് ലൈറ്റ് പോയി, വിഷമം വരുന്നു. സോ ഇത് കോഫി പൗഡറും ഷുഗറുമാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഓറഞ്ചൊന്നും അങ്ങനെ യൂസ് ചെയ്യാറൊന്നും ഇല്ല, പക്ഷേ ഇവിടെ ഓറഞ്ച് ഉള്ളത് കൊണ്ട് കുറച്ച് ഓറഞ്ചിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ണിലോട്ട് പോകണ്ട. പിന്നെ കുറച്ച് നാരങ്ങയുടെ നീരും കൂടെ, ലെമൺ ഓക്കെ, കുറച്ച് നാരങ്ങയുടെ ഇതും കൂടെ ആഡ് ചെയ്തു, നീരും കൂടെ ആഡ് ചെയ്തു. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തു. എന്തൊക്കെ പറഞ്ഞു, വെയിറ്റ്. കോഫി പൗഡർ, ഷുഗർ, ഓറഞ്ചിൻ്റെ നീരുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ നീര്, പിന്നെ ലെമൺ നാരങ്ങ നീര്, പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഹണിയും കൂടെ കുറച്ച് ആഡ് ചെയ്തിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടി പോവാം. കുറച്ച് ഹണി. ഇതാണ് നമ്മുടെ പാക്ക് വരുന്നത്. പാക്കല്ല, സ്ക്രബ് വരുന്നത്. ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട്, ഇതൊന്നും ഇല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. നല്ലതായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി എൻ്റെ ഫേസ് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പൊട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പതുക്കെ സ്ക്രബ് ചെയ്യാം. പറഞ്ഞപ്പോൾ ഞാൻ സ്പീഡിൽ പോയി. ഞാൻ അങ്ങനെ ലിപ്പിന് വേണ്ടിയിട്ട് പ്രത്യേകം സ്ക്രബൊന്നും ഉണ്ടാക്കത്തില്ല. ഇത് തന്നെയാണ് ഞാൻ ഇപ്പം ഞാൻ കാണിക്കാത്തതാണ് കേട്ടോ. ഇത് തന്നെയാണ് ഞാൻ ലിപ്പിലും അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു സ്ക്രബ് തന്നെ ഇടും. ലൈറ്റ് കുറവുണ്ടോ? ലൈറ്റ് കുറഞ്ഞ പോലെ തോന്നുന്നു എനിക്ക്. അതിപ്പോൾ രാത്രി എടുക്കാമെന്ന് വിചാരിക്കണ്ടായിരുന്നു, പകലെടുത്താൽ മതിയായിരുന്നു. ഇതൊരു 5 മിനിറ്റ്സ് നമ്മുടെ ഫേസിൽ ഇരുന്നിട്ട് ഒന്ന് നല്ലതായിട്ട് സ്ക്രബ് ചെയ്തിട്ട് മുഖം കഴുകുന്നത് നല്ലതായിരിക്കും. ഒരു 5 മിനിറ്റ്സ് ഫേസിൽ ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇതില്ലേ ഷുഗറൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്കിന്ന് ഗ്ലോ ആക്കാൻ നല്ലതാണ്. ഹണി, ഷുഗർ. പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ നമ്മുടെ ഐലൈനറൊക്കെ ഇല്ലേ, ഐലൈനറിനകത്ത് ഷുഗർ ഇടുമായിരുന്നു കേട്ടോ. ആരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഷുഗർ ഇടുമ്പം അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മുടെ കണ്ണ് വരയ്ക്കുമ്പോൾ പിറ്റേ ദിവസം മറ്റേ വാട്ടർ പ്രൂഫായിട്ടുള്ള ഐലൈനറൊക്കെ ആ സമയത്ത് ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ അതേപോലെയൊക്കെ ഇരിക്കും, ഇങ്ങനെ തിളങ്ങിയിരിക്കും. വൈകുന്നേരം വരെ അങ്ങനെ തന്നെ ഇരിക്കും ഷുഗർ ഇട്ട് വയ്ക്കുമ്പോൾ. ഡാസ്ലറിന് നമ്മൾ നോർമൽ ഐലൈനറിലായിരിക്കും നമ്മളതൊക്കെ ചെയ്യുന്നത്. കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് വെക്കുമ്പോൾ രാവിലെ ആകുമ്പോൾ നല്ലതായിട്ടത് ഷൈനായിട്ടിരിക്കും. വൈകുന്നേരം വരെ അത് അതേപോലെ തന്നെ ഇരിക്കും. അപ്പം മുതൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇതാണ്. കാരണം ഷുഗർ നമ്മുടെ സ്കിന്ന് നല്ലതായിട്ട് ഗ്ലോ ആക്കി വെക്കാനും നല്ലതാണെന്ന് എനിക്ക് അന്ന് വരെ തോന്നിയിട്ടുണ്ടായിരുന്നു. അന്ന് മുന്നേ ഞാൻ ചെയ്യാറും ഉണ്ടായിരുന്നു കേട്ടോ. കേട്ടോ എനിക്ക് എവിടുന്ന് കിട്ടിയെന്നറിയില്ല. ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതായത് നോസിലൊക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എവിടെ നിന്നാണോ കുറയ്ക്കുന്നത്. ഓക്കെ, ഞാൻ ഇനി ഇത് വാഷ് ചെയ്തിട്ട് വരാം. ഒരു 5 മിനിറ്റ്സ് വെച്ചിട്ടായിരിക്കും ഞാനത് വാഷ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കാണാം. സോ ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്തു. ഓ മൈ ഗോഡ്, നല്ല ഡിഫറൻസ് ഉണ്ട്. ഇതിപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര റിസൾട്ട് ഉണ്ട്. ഈ ഒരു പാക്ക് എന്നല്ല, ഈ ഒരു സ്ക്രബ് മാത്രമായിട്ട് ചെയ്താലും നല്ലതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ പണ്ട് പോലെ ചെയ്യുന്ന ഒരു സ്ക്രബായി കോഫി, ഷുഗർ, പിന്നെ നാരങ്ങ നീര്, ഹണി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ ഇതൊന്നും ഇല്ലെങ്കിലും കുറച്ച് കോഫി പൗഡറും അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ കോക്കനട്ട് ഓയിലുണ്ടല്ലോ,
വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് തേക്കും. നല്ല റിസൾട്ടായിരിക്കും. നിങ്ങളെല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ഡിഫറൻസ് ഇല്ലേ? നേരത്തെ എൻ്റെ വീഡിയോയും ഇതും കൂടെ നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ലൈറ്റിൻ്റെ ഫ്രണ്ടിലൊന്നും അല്ല കേട്ടോ. റിംഗ് ലൈറ്റ് ഞാൻ കേടായിപ്പോയ കാര്യം പറഞ്ഞില്ലേ, റിംഗ് ലൈറ്റ് വെച്ചിട്ടൊന്നും അല്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ആകെ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ. ആ ലൈറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് എൻ്റെ ഫേസ് ബ്രൈറ്റൻ ആയിട്ടുണ്ട് ഈ സ്ക്രബ് യൂസ് ചെയ്തിട്ട്. ഈ സ്ക്രബ് മാത്രമായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ എനിക്ക് മടിയൊക്കെ ആയ സമയത്തൊക്കെ ഞാൻ ഈ ആൽഫ് ഗുഡ്നസിൻ്റെ ഈ ഫ്രഞ്ച് ക്ലേ മാസ്ക് ഉണ്ടല്ലോ, ഇത് ഞാൻ നല്ലതാവോ ഇല്ലയോ എന്നൊക്കെ വിചാരിച്ച് മേടിച്ചാണ്. ഞാൻ 2 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. ഭയങ്കര ബ്രൈറ്റ് ആവും നമ്മുടെ സ്കിന്ന് ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ ഇത് ആഴ്ച 2-3 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ. അതൊരു മാസ്ക് അല്ലേ, അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാനൊന്നും അത്ര നല്ലതൊന്നുമല്ല. ഇത് ഞാൻ എന്തെങ്കിലുമൊക്കെ ലൈക്ക് പാലിനകത്തോ അല്ലെങ്കിൽ കേടിനകത്തോ അങ്ങനെ എന്തെങ്കിലും റോസ് വാട്ടറിനകത്തോ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യും. ഇതിനകത്ത് ഇങ്ങനെ ഇത് രണ്ടാമത്തെ പാക്കേജാണ്. ഒരെണ്ണം യൂസ് ചെയ്ത് തീർന്നു എൻ്റെത്. ഇങ്ങനെയാണ് വരുന്നത്. സോറി ഗൈസ്, ഞാൻ വീഡിയോ എടുത്തില്ല. ഞാൻ കുറച്ച് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ആൽഫ് ഗുഡ്നസിൻ്റെ പൗഡർ ഇത്രയും കുറച്ചെടുത്താൽ മതി. ഇതിൻ്റെ കൂടെ ഇപ്പം എൻ്റെ റൂമിൽ എനിക്കിനി വയ്യ പുറത്ത് പോയിട്ട് പാലും കേടും ഒക്കെ എടുക്കാനായിട്ട് ഇനി നമുക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ റോസ് വാട്ടർ ഇരിപ്പുണ്ട്. ഇത് വെച്ചിട്ട് നല്ലോണം തീർന്നു നിൽക്ക്, ഞാനൊന്ന് ഒഴിച്ചിട്ട് വരാം. പോയി പട്ടികളെ കൊണ്ട്. ഓക്കെ, നമുക്കിത് മിക്സ് ചെയ്യാം. ഓക്കെ, സെറ്റ്. കൂടിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് കുറച്ചുകൂടെ പൗഡർ ഇട്ടാൽ പോലെ. റോസ് വാട്ടർ എടുത്തത് കൂടിപ്പോയി, അപ്പോൾ പൗഡർ കൂടിപ്പോയി. പക്ഷെ കയ്യിലാവും ചെയ്തു. ഞാൻ ഇവിടെ എല്ലാം നശിപ്പിക്കും. എൻ്റെ പൊന്നോ, ഞാൻ റോസ് വാട്ടർ എടുത്തത് പിന്നെയും കൂടി. ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വരും. ഓക്കെ, ഇപ്പം തന്നെ നമ്മൾ സ്ക്രബ് എടുത്തപ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. സോ ഈ ക്ലേ മാസ്ക് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യം കണ്ണിൻ്റെ അവിടെ അപ്ലൈ ചെയ്യണോ? വേണ്ട. നിങ്ങൾക്ക് വേറെ പാക്കും കാര്യങ്ങളൊന്നും ഇടാൻ മടിയാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മാസ്ക് പൗഡറായിട്ട് കിട്ടും. ഇപ്പം മേടിച്ചാൽ ആൽഫ് ഗുഡ്നസിൻ്റെ എവിടെ നിന്നെങ്കിലും ക്ലേ മാസ്ക് പൗഡർ ഇല്ലേ, അത് മേടിച്ച് വെച്ചാലും മതി. നമ്മുടെ സ്കിന്നിന് ടാനൊക്കെ കുറഞ്ഞ് കിട്ടും പെട്ടെന്ന് തന്നെ. എൻ്റെ സ്കിന്നിന് കുറച്ച് നാളായിട്ട് ഞാൻ സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ചെയ്യാതെ ഭയങ്കര മടിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട് പോയായിരുന്നു. ഇപ്പം ഞാൻ ഈ ഒരു പാക്ക് അല്ലെങ്കിൽ മാസ്ക് മേടിച്ച് കഴിഞ്ഞ് യൂസ് ചെയ്യുമ്പോഴൊക്കെ ചെറുതായിട്ട് ഓക്കെ ആയിട്ടൊക്കെ വരും. നമ്മുടെ സ്കിന്ന് ഗ്ലോ ആയിട്ട് വരുന്ന പോലെ തോന്നും. ഇനിയുണ്ട് ഇതിൽ ബാക്കി വന്നിട്ടുണ്ട് കുറേയൊക്കെ. വേണമെങ്കിൽ നമുക്ക് ടാനൊക്കെ അടിച്ചിട്ടുള്ള കൈയൊക്കെ ഇല്ലേ, കൈയും കാലിലും ഒക്കെ ടാനൊക്കെ അടിച്ചിരിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് ടാനൊക്കെ മാറുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. സോ ഇതൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ അത് പെട്ടെന്ന് ഡ്രൈ ആവും. അതുകൊണ്ട് നമുക്ക് അത്രയും ടൈം കൺസ്യൂമിങ് ഒന്നുമില്ല. പെട്ടെന്ന് നമുക്ക് ചില ആൾക്കാർ ചില പാക്കുകളൊക്കെ ഇല്ലേ മടി അതുകൊണ്ടായിരിക്കും. കാരണം പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കുറേ നേരം എടുക്കുമല്ലോ, 20-30 മിനിറ്റ് ഒക്കെ ഇരിക്കുമല്ലോ ഡ്രൈ ആയിട്ട് വരാനൊക്കെ. ഇത് പെട്ടെന്ന് ഡ്രൈ ആവും. പിന്നെ വേറൊരു കാര്യം, ഇതങ്ങനെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കല്ല. ഇത് നമ്മൾ വീക്ക്ലി ട്വൈസ് ഒക്കെ യൂസ് ചെയ്യുക. അതായത് നമ്മൾ ക്ലീൻ അപ്പ് ഒക്കെ ചെയ്യത്തില്ലേ, ആ ഒരു ടൈമിൽ അതായത് സ്ക്രബ് ഇങ്ങനത്തെ പാക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലതാണ്. അല്ലാതൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ. പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് പറയാൻ എൻ്റെ മുടിയിലൊക്കെ നിങ്ങളിങ്ങനെ പറ്റിയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫീൽ വരുമായിരിക്കും. എനിക്കുണ്ട്. പിന്നെ വീഡിയോ ഒക്കെ അല്ലേ, നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ മുടിയൊക്കെ കെട്ടി വെച്ചതൊക്കെയാണ്. പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ ആകുമ്പോൾ ഒരു ഭംഗിക്ക് മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാട്ടോ എനിക്കും എന്തോ പോലെയൊക്കെ തോന്നുന്നുണ്ട്. എൻ്റെ മുടിയിലൊക്കെ ഇത് ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കഴിയട്ടെ ഞാൻ. ഓക്കെ, ഇതൊക്കെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്കിന്ന് മാസ്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് വരുന്നത്. ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു മാസ്കായത് ആൽഫ് ഗുഡ്നസിൻ്റെ ഗ്രീൻ ക്ലേ മാസ്ക്. ഒരു 50 മിനിറ്റ്സ് തന്നെ നമ്മൾ വാഷ് ചെയ്ത് കളയാം. സോ ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്തു. ഇതാണ് ഗ്രീൻ ക്ലേ മാസ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള റിസൾട്ട്. ക്ലെൻസിങ്ങിന് പകരം ഞാൻ മടിയായതുകൊണ്ട് എന്തെങ്കിലും ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യും. പിന്നെ നമ്മുടെ സ്ക്രബ് എന്ന് പറയുമ്പോൾ കോഫി തന്നെ യൂസ് ചെയ്യാൻ നോക്കട്ടെ. കോഫിയും ഷുഗറും ഇതിൽ ഉൾപ്പെടുത്താൻ നോക്കുക. നമ്മുടെ കോഫി പൗഡറും ഷുഗറും പിന്നെ കുറച്ച് ഹണി, കുറച്ച് ഓറഞ്ചിൻ്റെ നീര് അല്ലെങ്കിൽ എന്തെങ്കിലും നാരങ്ങ നീര്, ഇതൊന്നും ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിലും യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ കോക്കനട്ട് ഓയിൽ നമ്മൾ എല്ലാ സ്കിന്നിനും പറ്റുന്നതല്ല കേട്ടോ, അതോട് നോക്കിയിട്ട് വേണം. പിന്നെ ഈ ക്ലേ മാസ്ക് എന്തായാലും നിങ്ങളുടെ കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഹോസ്റ്റലിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്നൊന്ന് ബ്രൈറ്റ് ആവും. പെട്ടെന്ന് നമ്മൾ ടാനൊക്കെ അടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പം പെട്ടെന്ന് ബ്രൈറ്റ് ആകാനൊക്കെ നല്ലതാണ് ഈ ക്ലേ മാസ്ക്. പിന്നെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസ് ഒന്ന് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. കാരണം ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെ അല്ലേ, പിന്നെ അത് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു ഇതായിരുന്നു, പാക്കാണല്ലോ, പെട്ടെന്ന് നമ്മുടെ ഫേസ് ഇങ്ങനെ ഡ്രൈ ആവും. അതുകൊണ്ട് ഇതിന് ശേഷം എന്തായാലും ഒരു മോയ്സ്ചറൈസർ ഇടാൻ നോക്കാം കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണ് ഇത് ഇപ്പോഴത്തത്. കുറച്ച് മോയ്സ്ചറൈസർ മാത്രം ഒന്ന് ഇട്ട് കൊടുക്കും ഞാൻ. പിന്നെ നമ്മൾ സെറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ അതിപ്പോൾ ഇട്ടില്ല. സോ ഇതാണ് എൻ്റെ ഞാൻ മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന മാസ്കും പാക്കും സ്ക്രബും ഇതൊക്കെ എല്ലാം. അപ്പം എനിക്ക് തോന്നുന്നുണ്ട്, ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് എങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ മാസ്കിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മുടെ പിമ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ, പിമ്പിൾസ് ഒക്കെ വന്നിട്ടുള്ള മാർക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെറുതായിട്ട് ലൈറ്റൻ ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ മാസ്ക് യൂസ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, ഈ ക്ലേ മാസ്കും ഈ സ്ക്രബും ഒക്കെ. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഒരു റിസൾട്ട്, വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക ഉറപ്പായിട്ടും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.